നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. മന്ത്രിമാർക്ക് ഭാര്യമാരുണ്ടായിട്ടും ഇൻചാർജ് ഭാര്യമാരുണ്ട്. അതില്ലാത്ത മന്ത്രിമാർ ആരെങ്കിലും ഉണ്ടോ? മന്ത്രിമാർ മാത്രമല്ല, MLA മാർ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് കൈ ഉയർത്താൻ പറഞ്ഞാൽ ആരും കാണില്ല. സമസ്ത നേതാവിന്റെ ഒരു പ്രതികരണം, ഒരു വിവാദ പരാമർശം വന്നിരിക്കുകയാണ്. ഇതുവരെയും മണിക്കൂർ പിന്നിട്ടിട്ടും ആരും ഒരു MLA-യോ MP-യോ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല, മന്ത്രിമാരൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നതുകൂടി എടുത്തു കാണേണ്ടതുണ്ട്. അവിഹിതത്തിന്റെ കാലമാണല്ലോ. കൊലപാതകത്തിന് ഇപ്പോൾ ഏത് കൊലപാതകം എടുത്താലും ഒരു അവിഹിതവും ഉണ്ട് എന്നുള്ളതാണ്. സാർ, നമുക്ക് എങ്ങനെ നോക്കിക്കാണാം ഈ ഒരു പരാമർശത്തെ? അത് അബ്സേർഡാണ്. അബ്സേർഡ് എന്ന് വെച്ചാൽ ഈ നാട്ടിൻ പുറത്തൊക്കെ നമ്മൾ കല്യാണപ്പരയിലൊക്കെ ഇരുന്നിട്ട് ആണുങ്ങൾ ഇന്ന് സംസാരിക്കാൻ പറ്റും. പുതിയ പിള്ളേരെ ഭാഷ പറഞ്ഞ ബോയ്സ് ടോക്ക് ഞങ്ങളല്ല, നമ്മളെ പഴയ ജനറേഷനായി അതുപോലുള്ളൊരു ടോക്കാണ്. അത് ഇദ്ദേഹത്തെ പോലെ പ്രധാനപ്പെട്ട ഒരാൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നുള്ളതാണ്. കാരണം നമുക്കങ്ങനെ അടിച്ചാക്ഷേപിക്കാനൊന്നും പറ്റില്ല. ചിലർക്ക് അങ്ങനെ ചില ബന്ധങ്ങൾ, മനുഷ്യനല്ലേ, അത് ആദത്തിൻ്റെ ഈവിൻ്റെയും കാലം തൊട്ട് തന്നെ നമ്മൾ ഇത്തരം കഥകൾ കാണും. അത് ഇവിടെ ആണെങ്കിലും നമ്മൾ പുരാണങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ജീസസ് ഇങ്ങനെയുള്ള ആളുകൾ ക്ഷമിച്ച ആളാണ്, ക്ഷമിച്ചവരെ എന്താണ് പരിവർത്തനം ചെയ്ത് ആളാണ്. അപ്പോൾ ഇതൊരു മനുഷ്യൻ്റെ ഒരു വീക്ക്നെസ്സാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം മനുഷ്യന്മാർ അങ്ങനെയാണ്, ഇന്ന് അങ്ങനെയാണെന്നുള്ള അഭിപ്രായത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല. ചിലർക്ക് താല്പര്യം ഉണ്ടാവും, പക്ഷേ അവരത് പുറത്ത് കാണിക്കും. ചിലർക്ക് താല്പര്യം പുറത്ത് കാണിക്കും, ചിലർക്ക് താല്പര്യമേ ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് മൊത്തം ഒരു മിനിസ്ട്രീനെയും MLA-മാരെയൊക്കെ ഈ രീതിയിൽ ഇദ്ദേഹത്തെ പോലുള്ള ഇങ്ങനെ പരസ്യമായി പറഞ്ഞത് ശരിയായില്ല. അദ്ദേഹം പറഞ്ഞ കോണ്ടെക്സ്റ്റ് ഏതാണെന്ന് എനിക്കറിയില്ല. ഏതായാലും അതൊരു അനാവശ്യമായി പോയി. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ബഹുഭാര്യത്വം എന്നൊരു ആവശ്യം വേണമെന്നും 18 വയസ്സിന് മുൻപ് തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു. മാത്രമല്ല, ഇപ്പോൾ നടത്തിയ പരാമർശത്തിനോടൊപ്പം തന്നെ EMS-ന്റെ അമ്മ 11ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത് എന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. 1985-ൽ 1 കെട്ടും 2 കെട്ടും വേണ്ടി വന്നാൽ EMS-ന്റെ ഭാര്യയും കെട്ടും എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാമർശം വീണ്ടും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, അതൊരു കാലഘട്ടത്തിൻ്റെതായ ഒരു പ്രശ്നമാണ്. അന്ന് 1 2 കെട്ടും 2 കെട്ടും 3 കെട്ടും EMS ഭാര്യയും കിട്ടുന്നത് മുസ്ലിം സമുദായത്തിൽ അതിനെതിരെ ശക്തമായ എതിർപ്പൊന്നും ഉണ്ടായിട്ട്. പക്ഷേ ഇന്ന് ഇദ്ദേഹം അല്ലെങ്കിൽ അതിന് ലീഗിൻ്റെ പേരിലാണിത് അത് പറഞ്ഞത്. പക്ഷേ ഇന്ന് അങ്ങനെ പോയാൽ ലീഗ് ധൈര്യപ്പെടില്ല. കാരണം പെൺപിള്ളേർ സ്ത്രീകളൊക്കെ എതിരാവും. അവർ ശക്തമായ വോട്ട് ബാങ്കുമാണ്. നമ്മളായിട്ട് ജാതി മതം മാത്രമല്ല, സ്ത്രീകൾ നല്ലൊരു വോട്ട് ബാങ്കാണ്, യുവാക്കൾ വോട്ട് ബാങ്കാണ്, പ്രായം ചെന്നവർ വോട്ട് ബാങ്കാണ്. അവർ തങ്ങിയിരിക്കില്ല. അപ്പം ഇദ്ദേഹം ഈ കാലത്തിലെ മാറ്റം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 2 രീതിയിലാണ്. നമ്മൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ, യൂറോപ്പിലൊക്കെ പോകുന്ന വെച്ചാൽ പണ്ടത്തെ ആ ഒരു ജൂഡോ ക്രിസ്ത്യൻ ട്രഡീഷൻ ഉണ്ടല്ലോ, അതായത് ഒരു ഭാര്യ, ആ ഒരു സങ്കല്പം അത് മാറി. അവിടെ എല്ലാം തന്നെ നിയമങ്ങൾ ലിബറലൈസ് ചെയ്യപ്പെട്ടു. അപ്പം കല്യാണം കഴിക്കാതെ തന്നെയാണ് ആളുകൾ ജീവിക്കുന്നത്. കല്യാണമില്ല, മതമില്ലാത്ത അവസ്ഥയാണ്, ആത്മീയതയുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ പക്ഷേ ആ ജൂഡോ ക്രിസ്ത്യൻ ട്രഡീഷൻ അത് ഈ സ്കൂളുകളിൽ സായിപ്പന്മാരാണല്ലോ നമ്മുടെ പുസ്തകങ്ങളൊക്കെ ഡിസൈൻ ചെയ്തത്. ആ പുസ്തകങ്ങൾ ആ ജൂഡോ ക്രിസ്ത്യൻ ട്രഡീഷനാണ്. നമ്മൾ ക്രിസ്ത്യൻസിന് അങ്ങനെയാണ്. ഒരു മെരി റോയ് കേസ് വരുന്നവരെ ഡിവോഴ്സ് ചെയ്യാൻ പോലെ സ്ത്രീകൾക്ക് പാടായിരുന്നു, പറ്റില്ലായിരുന്നു. സ്ത്രീകൾക്കെന്നല്ല, ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല. ആ ഒരു ട്രഡീഷനാണ്. ഒരാൾക്കൊരു ഭാര്യ, അത് ദൈവം കൂട്ടി യോജിപ്പിച്ചതാണ്. അപ്പം ഇവർ പല ഡിനോമിനേഷൻസ് ഉണ്ടെങ്കിലും ബൈബിളിൽ ഈ 10 കൽപ്പനകൾ ആ രീതിയിൽ ഫോളോ ചെയ്തവരാണ്. അങ്ങനെയാണ് ഈ പറഞ്ഞ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ വേദങ്ങളൊക്കെ പരിശോധിച്ച് 8 തരം വിവാഹങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിലൊരു വിവാഹമാണ് നളനും ദമയന്തിയും കൂടി എത്തി ഗാന്ധർവ വിവാഹം. പിന്നെ അതുപോലെ ആർഷ, പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീധനം കൊടുക്കാതെ ടോക്കണായിട്ട് പശുവിനെ കൊടുത്ത്, അങ്ങനെ 8. പിന്നെ അതിൽ പറ്റാത്തത് പൈശാചികവും പിന്നെ ഇതുമാണ്, എന്താ രാക്ഷസവും അങ്ങനെ പറഞ്ഞത്. രാക്ഷസം എന്ന ബലം ഉപയോഗിച്ചുകൊണ്ടും തട്ടിക്കൊണ്ട് കല്യാണം കഴിക്കുന്നത്. പിന്നെ പൈശാചികം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഡ്രിങ്ക്സൊക്കെ കൊടുത്ത് മയക്കി കല്യാണം കഴിക്കുന്നത്. ഈ 2 എണ്ണം അലൗഡല്ല. ബാക്കി ഗാന്ധം ഉൾപ്പെടെയുള്ള അലൗഡാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്ത് സായിപ്പന്മാരിത് കൊണ്ടുവന്നതോടുകൂടി അവർ മാറിയപ്പോൾ, അവർ പണ്ടത്തെ നമ്മളെ ലൈനിലേക്ക് പോയപ്പോൾ നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ അവരെ ലൈനിലേക്ക് വന്നു. അപ്പോൾ നമ്മളൊരു പൊതു ട്രഡീഷൻ എന്ന് വെച്ചാൽ ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവിന് ഒരു ഭാര്യ എന്നൊരു കോൺസെപ്റ്റാണ്. അത് മുസ്ലിം സ്ത്രീകൾ ആ രീതിയിൽ തന്നെയാണ്. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് അവിടെ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് 1 2 ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അതില്ല. ഇപ്പോൾ ഒരു ഭാര്യ എന്നുള്ള സ്ത്രീകൾ അംഗീകരിക്കില്ല എന്നുള്ളത്. ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾ പോലും നമ്മുടെ ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് അലൗഡാണത്. നിങ്ങൾക്ക് പക്ഷേ അത് പോസിബിളായ ഒരു സെഷനാണ് പ്രവാചകൻ വെച്ചിട്ടുള്ളത്. കാരണം അറബികളുടെ ഇടയിൽ അന്ന് ഭയങ്കര ഈ പറയുന്ന ലൈംഗിക അരാജകത്വം, തോന്നിയ പോലെ കല്യാണം കഴിക്കുക, അങ്ങനെ സംഭവം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ ജനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നിയമം കൊണ്ട് ഒരു പ്രത്യേക ദിവസം നിരോധിച്ചു കഴിഞ്ഞാൽ ബഹുമാനമൊന്നും അടുക്കില്ല. അപ്പം പ്രവാചകനെ സംഭവം ചെയ്താൽ വെച്ചാൽ ഒരു ക്ലോസ് വെച്ച് കൊടുത്തു. നിങ്ങൾക്ക് 2 സ്ത്രീകൾക്കിടയിൽ തുല്യത ഉറപ്പുവരുത്താൻ പറ്റിയാൽ, എല്ലാ ശാരീരികവും മാനസികമായ തുല്യത ഉറപ്പുവരുത്താൻ പറ്റിയാൽ നിങ്ങൾ കഴിച്ചോളും. പക്ഷേ ലോകത്ത് ഒരു പുരുഷനും 2 സ്ത്രീകളുടെ തുല്യത ഉറപ്പുവരുത്താൻ പറ്റില്ല. അപ്പോൾ പ്രവാചകൻ പോസിബിളായ ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ട് ഇവന്മാരോട്
അല്ലാതെ അവന്മാരെ കിട്ടില്ല. കാരണം ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സെക്സും ഭക്ഷണവും ഫുഡും ഒരേപോലെ ആവശ്യമാണ്. അപ്പം ഇതിനൊരു വലിയ ശക്തമായ അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ അനാർക്കിയില്ല. എങ്കിലും അനാർക്കി നിലനിന്ന കാലഘട്ടം, അതിപ്പം ഇസ്ലാമിക ഹിസ്റ്ററി നമ്മൾ പറഞ്ഞ ജാഹിലിയ കാലഘട്ടം, ഒറ്റ ഒരു ഭാര്യ വന്നത് നടക്കുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ അങ്ങനെ ഓപ്ഷൻ വെച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന് ധാരണമുള്ള ആളുകളാരും തന്നെ. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പേഴ്സണാലിറ്റിയാണ് ഔറംഗസേബ്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ പക്ഷേ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. പക്ഷേ അക്ബറിനെ പോലുള്ള ആളുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. അക്ബറിന് പക്ഷേ ഒന്നും കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നു. അദ്ദേഹം വിവാഹബന്ധങ്ങളിലൂടെയാണ് ഈ ഒരു ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയൊക്കെ തമ്മിൽ പരസ്പരം അടുപ്പിക്കുന്നത്. യോദ്ധാബായി സിനിമ ഉണ്ട്, ഋതിക് റോഷൻ്റെ സിനിമ ഉണ്ടല്ലോ. പിന്നെ അദ്ദേഹം പിന്നെ ഇസ്ലാം തന്നെ വിട്ട് സ്വന്തമായി മതം ഉണ്ടാക്കാൻ നോക്കിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്നത്തെ ഒരു ടൈം ആൻഡ് സ്പേസിൽ കേരളം ഇന്ത്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ പോലും ഇത് വിലക്കം ചെയ്യപ്പെടില്ല. അതുകൊണ്ടാണ് ആരും പണ്ട് അന്ന് ലീഗ് ഓൺ ചെയ്യുന്നില്ല. പിന്നെ MLA-മാരൊന്നും അവരുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ നല്ല ഇൻറ്റഗ്രിറ്റി ഉള്ള MLA-മാരാണ് തന്നെയാണ് നമ്മുടെ ഭൂരിപക്ഷം. എല്ലാവരും ഒരു ടൈപ്പൊന്നല്ല. ഇപ്പോൾ ആരെങ്കിലും ആ ടൈപ്പ് ഉണ്ട ഒരു കുറ്റമാണെന്ന് ഞാൻ പറയുന്നത്, അത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. പക്ഷേ അത് മറ്റുള്ളവരുടെ അവകാശങ്ങളെ ലംഘനമായിരിക്കരുത്, ഫോഴ്സ് ഉപയോഗിക്കരുത്, ഭീഷണിയായിരിക്കരുത് എന്നൊക്കെയുള്ളൂ. കാരണം അതൊരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. അത് നമ്മളിപ്പോൾ അത് അങ്ങനെ ആവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ പറയാൻ പറ്റില്ല. നമ്മൾ ഏത് ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും ഇത്ര അബരഷൻസ് ഉണ്ട്. പല അബരഷൻ ഉണ്ടാകുന്ന ഇപ്പം ശിവനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ. ശിവൻ കല്യാണം വേണ്ടെന്ന് നടക്കുമ്പോഴാണ് പിന്നെ കാമദേവൻ വന്ന് ബാണയിപ്പിച്ച് പാർവതി ദേവിയെ കല്യാണം കഴിക്കുന്നത്. അപ്പം അങ്ങനെയാണത്. പക്ഷെ അതൊരിക്കലും മറ്റുള്ള താല്പര്യങ്ങൾക്ക് എതിരോ ഫോഴ്സ്ഫുള്ളോ ആയിരിക്കരുത് എന്നുള്ളതാണ്. അപ്പം പക്ഷേ നമ്മളെ MLA-മാരിലും നമ്മളെ മന്ത്രിമാരിലൊക്കെ ഭൂരിപക്ഷം ആളുകളും കൃത്യമായ ഫാമിലി ലൈഫും അതുമായിട്ട് എന്താ പറയുക, അതും ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ അപ്പോഴും ഇത്രയും സമയമായിട്ടും ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. രണ്ടു മൂന്ന് കാര്യമായിരിക്കും. ഒന്നൊരു ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. രണ്ട് ശ്രദ്ധപ്പെട്ടാൽ ചിലതൊക്കെ അവഗണിക്കുന്നതാണ് നല്ലത്. കാരണം ഇതോടുകൂടിയിട്ട് അദ്ദേഹം വരും, പിന്നെ അത് ഇസ്ലാമിക പ്രശ്നമായിട്ട് മാറും, പിന്നെ ഇസ്ലാമിക വിരുദ്ധമാവും. പിന്നെ ഈ ഉത്തരം പറയുമ്പോൾ തന്നെ പലപ്പോഴും ഇസ്ലാമിനെ പറ്റി കുറ്റം പറയാൻ വേണ്ടി എക്സ് മുസ്ലിംസ് ആണെങ്കിലും യുക്തിവാദികളാണ്, അങ്ങനെ RSS-കാട്ടും ഇപ്പോൾ അവരാണ്. RSS അങ്ങനെ ഏതെങ്കിലും സൈബർ സ്പേസിലേക്ക് വന്ന് കുറ്റം പറയുന്നല്ലാതെ അല്ലെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത് അങ്ങനെ ഒരു ഇസ്ലാമിക വിരോധം ഇപ്പോൾ കൊണ്ടുനടക്കുന്നത് എനിക്ക് 90s ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് ഇസ്ലാമിക. അപ്പോൾ അവരതെടുത്ത് കാക്കായ്മാരുടെ വൃത്തികെട്ട സ്വഭാവം എന്ന് പറഞ്ഞിട്ട് അത് ഇസ്ലാമിനെതിരെ തന്നെ ആയുധമായി മാറും. അതിൻ്റെ ഉള്ള ഒരു കരുതലായിരിക്കും. ചിലതൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറിക്കളയും. കാളപ്പോരിൽ നമ്മൾ നേരിട്ട് നമ്മുടെ ആ കാളേനെ മറിച്ചിട മാത്രമല്ല, ആ ഫൈറ്റർ ചിലപ്പോൾ ഒഴിഞ്ഞു മാറിക്കളയും, വേവ് ചെയ്ത് കളയും. അങ്ങനെ തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഒരു സംസാരം ഈ അവിഹിത ബന്ധങ്ങളെ കുറിച്ച് വരുമ്പോൾ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇപ്പോൾ കത്തിക്കയറി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ വിഷയത്തിൽ അധികം സംസാരിച്ചില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അത് അത്തരം വിഷയങ്ങൾ ഒരുപാട് ആ രീതിയിൽ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അതായത് കംപ്ലൈൻറ്റ് വന്നാൽ പോലീസ് ആക്ട് ചെയ്യട്ടെ, അവരുടെ പാർട്ടി ആക്ട് ചെയ്യും. നമ്മളെല്ലാവരും കമൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ആ രീതിയിൽ നമ്മൾ ഒരു എന്താണ് എല്ലാവരും ഒരാൾ വന്ന് അയാളെ കല്ലെറിഞ്ഞ് കൊല്ലുക, അങ്ങനെ നിലപാട് ഞാൻ അത്രയും നിലപാട് യോജിക്കുന്ന ആളല്ല. അത് നമ്മൾ ഇപ്പോൾ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് ആ വിഷയം. അവരുടെ പാർട്ടി തന്നെ അതിൽ ഓവറായിട്ട് പ്രതികരിച്ചു എന്ന് ഞാൻ പറയാം. മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും നാളും ഈ ഒരു വിഷയത്തിൽ കേട്ടില്ല ഏറ്റവും മാന്യമായ ഒരു കമന്റ് ആയിരുന്നു താങ്കളുടെ എന്ന് തോന്നുന്നു. അല്ല, അതങ്ങനെ കാണാൻ പറ്റുള്ളൂ ഈ വിഷയത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ രണ്ട് ആവശ്യങ്ങളാണ് ഈ ഫുഡും സെക്സും എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമ്മളെല്ലാം ഒരു മതത്തിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അത് രണ്ടാമത് ഒന്നിൽ വെച്ച് റെസിസ്റ്റ് ചെയ്യണം. ചില ആളുകൾക്ക് ഒന്നിൽ വെച്ച് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പറ്റതിൽ ചിലപ്പോൾ അവർ പക്ഷേ അത് മാനസികമായിട്ട് തടഞ്ഞു നിർത്തും. പക്ഷേ എങ്കിൽ ചില ആളുകൾക്ക് അതും പറ്റില്ല. ഇപ്പോൾ രാഹുലിൻ്റെ വിഷയത്തെ അയാൾ പയ്യനാണ്, കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് അയാൾ എൻ്റെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് അയാൾ എന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ അയാൾ നിങ്ങൾ ഈ ശബ്ദരേഖൊന്നും അതിൻ്റെ ഒതൻറ്റിസിറ്റി ഉറപ്പെടുത്തിട്ട് അതിൻ്റെ ഒതൻറ്റിസിറ്റി ഉറപ്പെടുത്തട്ടെ. അതിൽ ആ പടം ഞാൻ കുറ്റം കണ്ടെന്ന് വെച്ചാൽ അത് കേട്ടതിൽ അയാൾ ഒരാൾ ഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതേ ഉള്ളൂ. അത് അയാളെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. മറ്റ് കാര്യങ്ങളൊരു കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ അതൊരു വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. രണ്ട് വ്യക്തികൾക്കിടയിലുള്ള കാര്യം, നമുക്കതിൽ എന്ത് കാര്യം? പിന്നെ അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ, അത് അവരുടെ പാർട്ടിയുടെ കാര്യമാണ്. അല്ലാതെ ഈ പറയുന്ന അയാൾ ഒരുപാട് നല്ലൊരു കുറച്ച് സമയത്ത് കുറച്ച് അരഗൻസ് കാണിക്കുമെന്നല്ലാതെ അതർവൈസ് ഒരു നല്ല ചെറുപ്പക്കാരനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാന്യമായിട്ട് പെരുമാറുന്നത്. ഇനി ഞാനും അയാളൊക്കെ രണ്ട് രാഷ്ട്രീയ ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ്. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ പോലും എൻ്റെ അയാളെ വർത്താനം എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ അത് വിചാരിച്ചിട്ട് ഒരു അവസരം കിട്ടുമ്പോൾ അയാളെ തല്ലിക്കൊല്ലാൻ ഞാനില്ല. എനിക്കൊന്ന് പലരും ചെയ്യുന്ന കാര്യം അത് തന്നെയാണ് കാര്യമില്ല. സർ, അപ്പോഴും ഇത്തരം പരാമർശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇത് വിദ്യാസമ്പന്നരായിട്ടുള്ളവരാണ് നമ്മൾ പുറമേ പറയുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലും നമ്മുടെ സമൂഹം കുറച്ചുകൂടി ഇത്തരം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചർച്ച കേന്ദ്രീകരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ പലപ്പോഴും? ഇതിൻ്റെ വിഷയം എന്താ പറയുക, ആളുകൾക്ക് ഏറ്റവും എളുപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ക്വാണ്ടം ഫിസിക്സിനെ പറ്റി സംസാരിക്കുക. എനിക്കതിൻ്റെ ഒരു 1% അയാൾക്ക് ചിലപ്പോൾ ഒന്നും അറിയണ്ടാവും. നമ്മളല്ലെങ്കിൽ ലാൽ സാറിൻ്റെ അഭിനയത്തിൻ്റെ സൂക്ഷ്മതയെ പറ്റി സംസാരിക്കുക. ഇയാൾക്ക് ഒരു 25% അറിയണം, എനിക്ക് 30% അറിയണ്ടാവും.
നമുക്കിതൊന്ന് നമുക്ക് ഇൻഡെപ്തായിട്ട് സംസാരിക്കാൻ പറ്റും, നാട്ടുകാർക്ക് സംസാരിക്കാൻ പറ്റിയ വിഷയങ്ങൾ. ഞാൻ പുതിയ ജനറേഷൻ പിള്ളേർ വേറെ ലെവലാണ്. അവരതിലൊന്നും കൂട്ടണ്ട, അവരതൊന്നും ബാധിക്കുക പോലും ഇല്ല. നമ്മുടെ ഒരു ജനറേഷൻ തൊട്ടിട്ട് എൻ്റെയൊക്കെ ജനറേഷൻ അങ്ങോട്ടുള്ള കാര്യം ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചുകൊണ്ട് വിഷയം നാട്ടിൻ പുറത്തേക്ക് ഒന്ന് സ്ത്രീകളെ പറ്റിയാണ്, രണ്ട് മദ്യത്തെ പറ്റിയാണ്, മൂന്ന് രാഷ്ട്രീയ പാർട്ടിക്കാരെയാണ്, മൂന്ന് സിനിമാ നടന്മാരെ പറ്റിയുള്ള അപവാദങ്ങളാണ്, രാഷ്ട്രീയ പാർട്ടി പറ്റി ആൾക്കാണ്. അപ്പോൾ ഗാന്ധിസത്തെ പറ്റി മാർക്സത്തെ ഡിബേറ്റ് നടത്താൻ അവർക്കറിയില്ല. പക്ഷേ ഗാന്ധി അദ്ദേഹത്തിൻ്റെ രണ്ട് കസിൻസിൻ്റെ കൂടെ ആയിരുന്നു കഴിഞ്ഞിരുന്നത് വലിയതാണ്. സംഭവം എന്താണ്, അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യത്തിൻ്റെ ശക്തി പരിശോധിക്കാൻ വേണ്ടി അതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. കാൾ മാർക്സ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തല്ലിയിരുന്നു എന്ന് ജെന്നിക്ക് അദ്ദേഹം എഴുതിയ കത്തുകളുണ്ട്, അതവർക്ക് അറിയില്ല അതിൻ്റെ തീവ്രത. കട്ടിന് കിടക്കുമ്പോൾ ഭാര്യമാർക്കുണ്ടാകുന്ന ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ, ഇയാൾ വലിയ ചിന്തകനക്കാണ്, പക്ഷേ മക്കൾ പട്ടിണി കിടന്ന് ചാവുകയാണ്. ആ സമയത്ത് എന്തോ പറഞ്ഞപ്പോൾ ചിലപ്പോൾ തല്ലിപ്പോരും, അത് വലിയ വിഷയമാക്കി എടുക്കും. പിന്നെ സ്ത്രീകളെ പറ്റി ഒന്നും അറിയില്ലായ്മ കൊണ്ടാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ലൈംഗിക ദാരിദ്ര്യം നിലനിന്നിരുന്ന കാലഘട്ടം ഒരു 60s തൊട്ട് 2010 വരെയുള്ള കാലഘട്ടത്തിലാണ്. അതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ലൈംഗിക ദാരിദ്ര്യം അങ്ങനെയുള്ള അത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രമാണിക കേസുകളൊക്കെ നോക്കിയാൽ ഈ ഒരു കാലഘട്ടത്തിലുണ്ടാവും. 90s അതിൻ്റെ പീക്കാണ്. അതിന് കാരണം വെച്ചാൽ ഈ ജൂഡോ ക്രിസ്ത്യൻ, ഞാനത് മതം അല്ല പറയുന്നത്, ഈ സംഹിത ഉണ്ടല്ലോ, നിയമസംഹിത, ഈ ട്രഡീഷൻ നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്തതോടുകൂടി ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആമ്പിള്ളേരും പെമ്പിള്ളേരും സംസാരിക്കാൻ പോലും പാടില്ലായിരുന്നു. ആമ്പിള്ളേർക്ക് വേറെ സ്കൂള്, പെമ്പിള്ളേർക്ക് ഇപ്പോഴും അങ്ങനെയുണ്ട്, പക്ഷേ ഇപ്പോൾ അത് പ്രശ്നമല്ല. അപ്പോൾ ഇവർ സംസാരിക്കാനും ഒന്നുമുള്ളൊരു മാർഗ്ഗമില്ല. അപ്പോൾ ഈ പറയുന്ന ഓരോ കൗമാരത്തിലൊക്കെ ഈ ചേതനകളെ ഉള്ളിൽ കിടക്കും. പിന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സാഹചര്യം കിട്ടുമ്പോൾ ഇത് പുറത്തെയാണ്. ഇപ്പം അത് മാറി, പുതിയ പിള്ളേരടുത്ത് മാറി. അപ്പോൾ അതിന് മുമ്പുള്ളൊരു 70s മുമ്പേ ഇല്ല. അപ്പോൾ പത്മരാജൻ്റെയൊക്കെ സിനിമകൾ നോക്കി അങ്ങനെ മനസ്സിലാവും. അപ്പം അപ്പോൾ ഇതെന്ന് വെച്ചാൽ കുറേയൊക്കെ എന്ന് വെച്ചാൽ അറിവില്ല, സ്ത്രീകളെ പറ്റി ധാരണയില്ല. ഒന്നാമതാണെന്ന് ഞങ്ങൾ ആണുങ്ങളെ പറ്റി ആ കാലഘട്ടം എനിക്കൊന്നും ഒരു ധാരണയില്ലായിരുന്നു സ്ത്രീകളെ പറ്റി. നിങ്ങൾക്ക് സ്ത്രീകൾക്കാണെങ്കിലും നിങ്ങളെന്ന് പറയുന്നത് ഇയാൾ ചെയ്യുന്നതാണ്, കുറച്ചുകൂടി ആണുങ്ങളെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറേ അവിടുന്ന് ഇവിടുന്ന് കേട്ടതും വായിച്ചൊക്കെ അതിന് അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ജനറേഷൻ ഇതിങ്ങനെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ഇടപെടാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പട്ടിണിപ്പാറയിലെ പെൺകുട്ടികളെ സിനിമ ബോയും പറയുന്നില്ലേ, എന്താണ് ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന പെൺകുട്ടികളെ മരമങ്കപ്പെടുത്തിയെന്ന്, അതുപോലെ കഥകൾ ഉണ്ടാക്കാൻ ആളുകൾ വലിയ താല്പര്യം. അതിൻ്റെ ഭാഗമാണത്, അങ്ങനെ കണ്ടാൽ മതി. തീർച്ചയായും അതിൽ വേണ്ട അനാവശ്യ ടോപ്പിക് ആണെങ്കിൽ അതിനങ്ങനെ തന്നെ വിടാം എന്നുള്ള അത്. പക്ഷേ ആളുകൾക്ക് എന്താ പറയുക, ആളുകൾക്ക് ഒരു ഭയങ്കര താല്പര്യമാണ്. കാരണം അത് ഇതുകൊണ്ട് ഈ പുതിയ പിള്ളേരോട് നിങ്ങൾ ചോദിച്ചു, പുതിയ പിള്ളേർക്ക് ഇത്തരം വിഷയങ്ങളും താല്പര്യമില്ല. അവരിങ്ങനെ PUBG അല്ലെങ്കിൽ ജോൺ വിക്ക്, വേടൻ്റെ പാട്ടുകൾ, വേടൻ്റെ ലൈഫിനെ പറ്റി അതെന്തെങ്കിലും ആവട്ടെ, വി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ഇത് പുതിയ കുട്ടികൾ ആ ഒരു റിയലൈസേഷനിലേക്ക്, ആ ബാലൻസിലേക്ക് വരും. നമ്മുടെ കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പ്രത്യേക ഒരു എന്താ പറയുക സെക്ഷൽ സ്റ്റാർവേഷൻ്റെ കാലഘട്ടമായിരുന്നു. സ്കൂളുകൾ അങ്ങനെയായിരുന്നു, കോളേജ് സമൂഹം അങ്ങനെ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. അത് പല രൂപത്തിൽ പല ഭാവത്തിൽ അത് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വന്നത് നമ്മളെ സെലിബ്രിറ്റികളാണ്, സിനിമക്കാരും രാഷ്ട്രീയക്കാരാണ്. പക്ഷെ ഇവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പലരും എനിക്ക് പേഴ്സണലി അറിയാവുന്നവരാണ്, പലരും നല്ല പെർഫെക്റ്റ് മനുഷ്യന്മാരാണ്. അവർ ഭാര്യമാരൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇൻറ്റഗ്രിറ്റി ഉള്ള ബന്ധമുള്ള ആളുകളാണ്. പക്ഷെ എന്നാൽ അതിൽ അബരേഷൻസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് എവിടെയാണ് അബരേഷൻ ഇല്ലാത്തത്? എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും സപ്പോർട്ടീവായിട്ട് വീട്ടിൽ നിൽക്കുന്നവർ തന്നെയാണ്. പിന്നെ ഇവരൊക്കെ നിങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു ട്രാപ്പ് പിടിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യ, അദ്ദേഹത്തെ മക്കളെ എനിക്കറിയാം, അദ്ദേഹത്തെ അറിയാം, എന്ത് നല്ല കുടുംബം എന്നുള്ളതാണ്. അദ്ദേഹത്തെ ട്രാപ്പ് പിടിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹം നല്ല മനുഷ്യനാണ്, അദ്ദേഹം രക്ഷപ്പെട്ടു. ട്രാപ്പെന്ന് മാത്രമല്ല, രാഷ്ട്രീയത്തിന് രക്ഷപ്പെട്ടു. തീർച്ചയായിട്ടും. എന്തായാലും ഇത്തരം അനാവശ്യ പറച്ചിലുകൾ, വർത്തമാനങ്ങൾ അതേ രീതിയിൽ തന്നെ വില കൊടുത്ത് നമുക്ക് അവഗണിച്ച് കളയാം എന്നുള്ളിടത്താണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും കുറച്ചുകൂടി ബുദ്ധിപരമായി വേണ്ട വിധത്തിൽ സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം എന്നുള്ളതാണ്. തീർച്ചയായും മറ്റു വാർത്തയുമാണ് കാണാം. നമസ്കാരം.